ടോട്ടൽ തിയേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ ഭരണി നാളിൽ ആരംഭിച്ച് മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന ഉത്സവമായ കൊടുങ്ങല്ലൂർ ഭരണിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഇത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെങ്കിലും മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ 7 ദിവസങ്ങളിലാണ് ഇവിടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ഈ 7 ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവ്വ ദുരിതമോചനത്തിന് അത്യുത്തമമാണ്. ഈ 7 ദിവസങ്ങളിലും പകൽ മുഴുവൻ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം ചേർന്ന് വന്നു ചേരുന്നു. ഇവരിൽ പലരുടെയും കുടുംബക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും വീടിന്റെ മച്ചകത്തും പൂജാമുറിയിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് അവർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത്. ഭഗവതിയെപ്പോലെ മനോഹരമായ ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പും ധരിച്ച് ചിലപ്പോൾ പൂമാലകളും അണിഞ്ഞവും കോമരങ്ങൾ എത്തിച്ചേരുക. ഭരണിയിൽ പങ്കെടുക്കുന്ന ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗിക ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്ന ഒരു ആചാരം ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. ഇത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ബൗദ്ധരെ ഓടിക്കാൻ വേണ്ടി നടത്തിയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. ദാരിക വീരനെ വധിച്ച് കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവമെന്നും നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാരരുദ്രയായി മധുരാ നഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിയുടെ സ്തുതിയായ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കണ്ണകിക്ക് പകരം കന്യാവുകാളി രൂപം കൊണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതായി കാണാം. കൊടുങ്ങല്ലൂർ ഭരണി കേരളത്തിൽ ആകമാനമുള്ള ദ്രാവിഡ വിഭാഗങ്ങളുടെ ഒരു അനുഷ്ഠാനമാണ്. തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരും ഭഗവതി ഭക്തരും ഇതിൽ പങ്കെടുക്കുന്നു. കൊടുങ്ങല്ലൂർകാരായ ദ്രാവിഡരും ഇതിൽ പങ്കെടുക്കുന്നു. കുടുംബികൾ, പുലയർ, അരയർ, വള്ളോൻ, വേലൻ, വിശ്വകർമ്മജർ എന്നിങ്ങനെ പല സമുദായങ്ങൾക്ക് ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട്. തിരുവോണം നാളിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മുടൽ ചടങ്ങാണ് പ്രധാന ചടങ്ങ്. കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻകോഴിയെ സമർപ്പിക്കുന്നതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. അതോടെ കാളിയും ദാരികനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ ക്ഷേത്രം പകൽ സമയത്ത് മുഴുവൻ തുറന്നു കിടക്കുന്നു. അതിനാൽ ദർശനം നടത്താൻ നല്ല സൗകര്യമാണ്.
ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടം കൂട്ടമായി എത്തുന്നു. തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടുകളും കൂട്ടമായി എത്തി തുടങ്ങുന്നു. അവർ തങ്ങളുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ദിവസമായ രേവതി നാളിൽ കളമെഴുത്തുപാട്ടും വിളക്കുമാണ് പ്രധാന ചടങ്ങുകൾ. രേവതി ദിവസം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രേവതി സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് രേവതി ദിവസം സന്ദർശനത്തിനായി എത്തിച്ചേരുന്നത്. പിറ്റേന്ന് 7-ാം ദിവസം അശ്വതി നാളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേനട അടച്ചുപൂട്ടി രഹസ്യ പൂജയായ തൃച്ചന്ദന ചാർത്ത് നടത്തുന്നു. ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ദേവീസ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നു. പൂജ പൂർത്തിയാവുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുന്നു. ഏകദേശം 4 മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക. ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും മുളന്തണ്ട് കൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോലത്തകിടുകളിൽ അടിച്ച് 3 തവണ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ തിരുശേഷിപ്പായി നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ജന്മജന്മാന്തരങ്ങളായി അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ എത്തിച്ചേർന്ന സർവ്വപാപങ്ങളും കഴുകിക്കളഞ്ഞ് മുക്തി നേടാൻ സാധിക്കും. ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.